തൊടി. അപ്പോൾ ഇവിടെ മഴയൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ കയറി കിടക്കുകയാണ്. നല്ല സൂപ്പർ മീൻ പിടുത്തമൊക്കെ നമുക്ക് കാണാം. നമുക്കിന്ന് ആ സ്ഥലം ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ തൊടി എന്ന് പറയുന്ന സ്ഥലം. അതേ ആ ലൈൻ പോകുന്നുണ്ടോ, ഇലക്ട്രിക് ലൈൻ പോകുന്നുണ്ടോ, അതെന്ന് പറയുന്നത് ഒരു റോഡാണ്. പാവുമ്പ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള റോഡാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ എല്ലാം വെള്ളം കയറി കിടക്കുക. കാണിക്കാം. അതേണ്ട ഈ കാണുന്നുണ്ടോ ആ കാർ ഇങ്ങനെ പോകുന്ന വഴിയുണ്ടോ, അതാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലം. അത് നല്ല ടാറിട്ട റോഡാണ്. അതിൻ്റെ രണ്ട് സൈഡും പുഞ്ചയാണ്. മഴ പെയ്ത് കഴിയുമ്പോൾ ഈ രണ്ട് പുഞ്ചയും കൂടെ ഒന്നായിട്ട് നമുക്ക് ആ വഴി പോവാനേ പറ്റത്തില്ല. ഇപ്പോൾ വെള്ളം ഇറങ്ങിയത് കൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നായിരുന്നു ഈ വഴിക്ക്. വന്ന് കണ്ട കാഴ്ച ദേണ്ട തുടർന്നുള്ള വീഡിയോയിൽ കാണാം. ഇവിടെ നിന്നും ആ റൂട്ടിൽ കൂടി വണ്ടി ഓടിച്ചൊന്ന് പോയി നോക്കാം. നമ്മളിപ്പോൾ കരുനാഗപ്പള്ളി റൂട്ടിൽ നിന്നും പാവമ്പ റൂട്ടിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇത് ഈ റോഡൊക്കെ കണ്ടോ? ഇതിൻ്റെ 2 ദിവസം മുമ്പുള്ള ഒരു വിഷ്വൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഫുള്ള് വെള്ളം കയറി കിടക്കുക. ഒരു രക്ഷയില്ല, പോകാൻ പറ്റത്തില്ല, നല്ല അടിയൊഴുക്കുണ്ട്. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പോത്തേട്ടനെയാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇത് ചുമ്മാ ഇങ്ങനെ ചവച്ചുകൊണ്ട് കിടക്കണം. അതായത് ഈ ഭാഗം മൊത്തം വെള്ളം കയറി കിടക്കും കേട്ടോ. ഈ വീടുകളിലെല്ലാം നമുക്ക് കണ്ട വാട്ടർ ലെവല് ഇപ്പം ചെറുതായിട്ട് താന്നിട്ടുണ്ട് കണ്ടോ. അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു വെള്ളം കിടന്ന പാട് കണ്ടോ. ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് മുങ്ങും ഈ ഏരിയ എല്ലാം. അതായത് നമ്മൾ മുമ്പ് കാറ് പോയ റോഡിലോട്ട് പോകുന്ന വഴിയാ ഇത്. 2 ദിവസം മുന്നേ നമുക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു. അതെ, ഇവിടുത്തെ ഉള്ളവരുടെ വലിയ ബുദ്ധിമുട്ടാണ് വെള്ളം കയറി കഴിഞ്ഞാൽ. ഈ വീടെല്ലാം മുങ്ങും. നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ പോകാൻ വെള്ളത്തിനകത്ത് കൂടെ ഒക്കെ അല്ലേ. അപ്പോൾ ഞങ്ങളുടെ കുട്ടനാടും കുമരവും ഒക്കെ ഇതാണെന്ന് വേണം പറയാൻ. അപ്പോൾ ഇതാണ് നമ്മളെ അവിടെ നിന്ന് കാണിച്ച ആ സ്ഥലം എന്ന് പറയുന്നത്. ഇത് ശരിക്കും റോഡാണ്. നമ്മൾ നിൽക്കുന്ന റോഡിൻ്റെ എഡ്ജിലാണ്. ഇതേ തൊട്ടപ്പുറത്ത് തന്നെ ഈ പാടം, ഇതെന്താ പറയുന്നത്, ഇതിനൊരു പുഞ്ചയാണ് ശരിക്കും. ഇത് പുഞ്ചയുടെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, നല്ല ആഴമുണ്ട്. കുറേ പേര് ഇവിടെ വീണ്ടും മരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ. എവിടേക്ക് അധികം അങ്ങോട്ട് പോകണ്ട. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. അവിടെയൊക്കെ കെട്ടിയിട്ടേക്കുന്നുണ്ട്. അവിടെയൊക്കെ ഒരു ബണ്ടൊക്കെ ഉണ്ട്. ഇപ്പം അങ്ങോട്ട് ഒന്നും പോകാൻ പറ്റൂല, റിസ്ക്കാ. അവിടെ ഇതുപോലെ റോഡുള്ളതാ. അതാണെങ്കിൽ വെള്ളം കയറി കിടക്കും, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ആ കാണുന്ന വീടൊക്കെ ഉണ്ടോ, അതൊക്കെ കഴിഞ്ഞ മഴയിൽ മുങ്ങിയതാ. ആദ്യം അങ്ങോട്ട് പോകണ്ട കേട്ടോ, എൻ്റെ എവിടെയാണെന്നറിയില്ല. ഏതാ ഏട്ടാ മീന്? കോല.
ചെറുതാണല്ലേ? വലിയ കോലം കാണും, വളർന്ന് വലുതാണെന്ന്. ഔട്ട്ഡോർ ഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമായിട്ടോ ഇത്. നല്ല രസമൊക്കെ കാണാൻ. അപ്പോൾ ഇപ്പോൾ ചെറിയ ക്ലൗഡി ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് സൺസെറ്റ് ഒന്നും കാണാൻ പറ്റാത്തത്. പിന്നെ മഴ പെയ്ത് കഴിയുമ്പോൾ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ 2 ദിവസത്തിനകം അങ്ങ് വെള്ളം കയറും. അപ്പോൾ ആ സമയത്ത് ആരും ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. അല്ലാത്ത സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? അല്ല, വീഡിയോ ആയിക്കോട്ടെ, നല്ല സ്ഥലം ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ഞങ്ങളിവിടെ സ്ഥിരം വരുമ്പോ സാധനം സൺസെറ്റ് കാണാനായിട്ടാണ് വരുന്നത്. ഞങ്ങളുടെ സ്ഥിരം സൺസെറ്റ് സ്പോട്ടാണ്. പക്ഷെ ഇന്ന് സൂര്യൻ ഞങ്ങളെ കാഴ്ച മറച്ചു. സൂര്യനല്ല, മേഘങ്ങള്. വെള്ളം കയറുന്ന സമയത്ത് തന്നെ വന്ന് വീഡിയോ എടുക്കാന്ന് കരുതിയാട്ടോ ഇത്രയും നല്ല ഈ സ്ഥലം കാണിക്കായിരുന്നേ. പക്ഷെ ഇപ്പം ആവശ്യത്തിന് വെള്ളമുണ്ട്, പക്ഷെ നമ്മുടെ സൂര്യൻ ഇവിടെ ഇല്ല. അപ്പം പിന്നീട് ഒരിക്കലും ഈ അടിപൊളി സൺസെറ്റ് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ വന്ന സ്ഥിതി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇനി തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.